കർത്താവായ ദൈവത്തിൻ്റെ നാമത്തിൽ എല്ലാവർക്കും മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം യേശു ക്രിസ്തു ആരാണ്? ദൈവമാണോ, പ്രവാചകനാണോ, അതോ ദൈവപുത്രനാണോ? ഇതെല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാകുന്ന ചോദ്യമാണ്. യേശു ക്രിസ്തുവിൻ്റെ ജനനം മുതൽ യേശു ക്രിസ്തുവിൻ്റെ മരണം, ഉദ്ധാനം വരെ വിശുദ്ധ ബൈബിളിൽ കൃത്യമായുണ്ട് യേശു ക്രിസ്തു ആരാണെന്ന്. അത് വ്യക്തമായി മനസ്സിലാക്കിയാൽ, അത് പഠിച്ചാൽ, വായിച്ചാൽ നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്നതാണ്. പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ യേശു ജനിക്കുന്ന മുമ്പ് നന്മ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി എന്നാണ് ഗബ്രിയേൽ മാലാഖ അഭിസംബോധന ചെയ്തത്. പിന്നീട് പരിശുദ്ധ അമ്മ എലിസബത്തിന് മുമ്പ് ചെന്നപ്പോൾ എലിസബത്ത് പറഞ്ഞു, കർത്താവിൻ്റെ അമ്മയെ കണ്ടതിൽ ആനന്ദിക്കുകയാണ് ചെയ്തത്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഈശോയുടെ ജനനത്തിന് ശേഷം ഈശോ ശിഷ്യന്മാരെ രോഗികളെ സുഖപ്പെടുത്താനും രോഗങ്ങൾ സുഖപ്പെടുത്താനായിട്ട് അയക്കുന്ന ഭാഗം നമ്മൾ കാണുന്നുണ്ട്. അവിടുന്ന് യേശു അധികാരം കൊടുക്കുകയാണ് ശിഷ്യന്മാർക്ക്. അത് പല രോഗികളെയും സുഖപ്പെടുത്തുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, അശുദ്ധാത്മാക്കളെ പുറത്താക്കുന്നു. ഇതൊക്കെ നമുക്ക് സുവിശേഷത്തിലുടനീളം കാണാവുന്നതാണ്. യേശു ശിഷ്യന്മാരോട് പറയുന്നൊരു ഭാഗമുണ്ട്, നിങ്ങൾ കണ്ട കണ്ണുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും കാണാൻ ആഗ്രഹിച്ചതാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. അവർ കേൾക്കാനാണ് ആഗ്രഹിച്ചത് ആണ് നിങ്ങൾ കേട്ടിരിക്കുന്നത്. അത് വ്യക്തമായി പറയുന്നുണ്ട്, യേശു ദൈവമാണ്, ദൈവത്തിൻ്റെ അവതാരമാണെന്ന് പരോക്ഷമായും പ്രത്യക്ഷമായും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ യേശു മരണത്തിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയും അവരെ തൻ്റെ കൈകാലുകൾ കാണിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴും അവിടുന്ന് ആ കാണിച്ച അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ശിഷ്യന്മാരെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തിരുന്നു. വീണ്ടും നമുക്ക് കാണാം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായം 9-ാം വാക്യം, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്നു, വാക്കുകൾ സ്വമേധയെ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് വിശ്വസിക്കുവിൻ. അതാണ് നമുക്ക് ഏറ്റവും വലിയ വിശ്വാസം വേണ്ടത്. ഇന്ന് നമ്മൾ കാണുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനേക രോഗികൾ സുഖപ്പെടുന്നുണ്ട്. ക്യാൻസർ രോഗികൾ സുഖപ്പെടുന്നുണ്ട്, തളർവാദ രോഗികൾ എണിച്ച് നടക്കുന്നുണ്ട്, കേൾവിയില്ലാത്തവർക്ക് കേൾവി ഉണ്ടാകുന്നുണ്ട്. എല്ലാം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ വിശ്വസിക്കുന്നില്ല. നമ്മൾ ചോദ്യം ചെയ്യുന്ന ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് മെഡിക്കൽ കോളേജിലെ രോഗികളെ സുഖപ്പെടുത്താൻ പോകുന്നില്ല? ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു കടുകുമണിയോളം വിശ്വാസം വേണം എന്നതാണ്. ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ചെന്ന് കടലിൽ പതിക്കുക എന്ന് പറഞ്ഞാൽ മല പതിച്ചിരിക്കും എന്ന് കർത്താവ് അരുളി ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് വിശ്വാസമാണ്. അതല്ലേ പാവനിയായ സ്ത്രീ ജനകൂട്ടങ്ങൾക്കിടയിൽ നിന്ന് അവൻ്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ അവൾ സൗഖ്യപ്പെടുന്നത്. അതുപോലെയാണ് നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ എന്ത് കാര്യവും നടക്കും. അതിനുവേണ്ടി നമ്മൾ ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും കുറച്ച് നേരമെങ്കിലും, ഒരു 10 മിനിറ്റ് സമയമെങ്കിലും വിശുദ്ധ ബൈബിൾ വായിക്കുകയും ധ്യാനിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതം ധന്യമാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിൻ്റെ ദൈവമായ കർത്താവായ ഈശോയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും ആരാധിക്കണം. അതുപോലെ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കേണ്ടത് എപ്രകാരമാണെന്ന് കൃത്യമായി ബൈബിളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് സമുദായത്തിൽപ്പെട്ടതായിക്കോട്ടെ, ഏത് ജാതിയിൽപ്പെട്ടതായിക്കോട്ടെ, ഏത് വർഗത്തിൽപ്പെട്ടതായിക്കോട്ടെ, ഏത് നിറത്തിലുള്ളവരായിക്കോട്ടെ, നിങ്ങൾ അവരെ സ്നേഹിക്കണം. അവർക്ക് വസ്ത്രമില്ലെങ്കിൽ വസ്ത്രം കൊടുക്കണം, ആഹാരമില്ലെങ്കിൽ ആഹാരം കൊടുക്കണം. ഇങ്ങനെ ദൈവത്തോടും സഹോദരങ്ങളോടും നീതി പുലർത്തുന്നവൻ അവൻ്റെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് വരും. അവൻ എന്ത് പ്രാർത്ഥിച്ചാലും അവിടുന്ന് അനുഗ്രഹമായി വധിക്കും. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ഓർത്ത് ദൈവം തമ്പുരാനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുവിൻ.
എന്നാൽ നിങ്ങളുടെ രോഗങ്ങളും പീഡകളും എല്ലാം അവിടുന്ന് കാരുണ്യമേറും എടുത്തു മാറ്റും. നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറ്റുള്ളവർക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിതത്തിലെ അറിവുകളും സാമ്പത്തിക സഹായവും ചെയ്യുന്നതിന് ഞങ്ങളെ അനുവദിക്കണമേ. ഇന്ന് നമുക്ക് ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.